ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഒരുപാട് വയ്യാതെ ചെയ്തൊരു ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ വ്ളോഗൊക്കെ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ അതൊന്നും പറ്റിയില്ല. അപ്പോൾ നെക്സ്റ്റ് വീക്കിൽ എനിക്ക് കസിൻ്റെ കല്യാണം ഉണ്ട്, വലിയച്ഛൻ്റെ മോളുടെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഡ്രസ്സൊക്കെ ഞങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് അമ്മയ്ക്ക് എടുത്തൊരു സാരിയാണ് കേട്ടോ. ഇത് റിസപ്ഷൻ എടുത്തതാണ്. ഇതിന് റേറ്റ് ഒരു 1130 ആ ഒരു റേഞ്ച് വന്നിട്ടുള്ളൂ. നല്ല ഫ്ലോയി ആയിട്ട് കിടക്കുന്ന ടൈപ്പാണ്. ആ ഒരു വയലറ്റ് ഷെയ്ഡ് ഉണ്ടല്ലോ, അതാണ് കേട്ടോ ബ്ലൗസ് വരുന്നത്. ഇതാണ് എൻ്റെ സാരി, ഈ യെല്ലോ ആൻഡ് ഗ്രീൻ. ഇത് ഒരുപാട് പേർക്ക് കണ്ടിട്ടുണ്ട്, എന്നാലും പിന്നെ അത് എടുത്തു. കാരണം അത്രയും ടയേർഡായിട്ടാണ് ഡ്രസ്സ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നത്. കാരണം പനി, അതിൻ്റെ ഒപ്പം തന്നെ പീരിയഡ്സ് രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ ആകെ തളർന്നു പോയി. പിന്നെ എ സിയിൽ ഒരു 2 മണിക്കൂർ നിൽക്കും കൂടി ചെയ്തപ്പോൾ വിറച്ചാണ് ഡ്രസ്സൊക്കെ എടുത്തത്. എന്നാലും പിന്നെ എടുത്തു. ഇത് അനിയത്തിയുടെ സാരിയാണ് കേട്ടോ. ഇതിൽ നമുക്ക് എംബ്രോയ്ഡറി ഡിസൈൻ പോലെ വരുന്ന സെറി ത്രെഡിൽ വരുന്ന ഒരു വർക്കാണ് വരുന്നത്. ഗോൾഡൻ ടച്ച് അല്ല, ഒരു എന്താ പറയുക, ഒരു സിൽവർ ടച്ച് വരുന്ന ടൈപ്പ്. ഇതിനങ്ങനെ കരയ്ക്ക് പ്രത്യേകിച്ച് അങ്ങനെയൊന്നുമില്ല. മൊത്തത്തിൽ ഈ ഒരു ഡിസൈൻ വരുന്ന ടൈപ്പാണ്. ഒരു റെഡ് ബ്ലൗസാണ് കേട്ടോ, പ്ലെയിൻ ആയിട്ടുള്ള വരുന്നത്. എൻ്റെ തന്നെ ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ വരുന്ന ടൈപ്പ് ബ്ലൗസാണ്. ബ്ലൗസ് ലാസ്റ്റ് കാണിക്കാം കേട്ടോ. ഇത് അമ്മയ്ക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് എടുത്ത സാരിയാണ്. ഇത് അത്ര ഫ്ലോയി ടൈപ്പ് അല്ല. ആ റെഡും അനിയത്തിക്ക് വേണ്ടി എടുത്ത റെഡും അത്ര ഫ്ലോയി ആയിട്ട് കിടക്കുന്നതല്ല. ഫസ്റ്റ് കാണിച്ച 2 അങ്ങനെ കിടക്കുന്ന ടൈപ്പാണ്. ഇത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ചെറിയ ബുട്ടാസാണ് അതുമ്മ വരുന്നത്. ഗോൾഡൻ ടച്ച് തന്നെയാണ് വരുന്നത്. നല്ല രസമുള്ള സാരിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇനി ഇതിൻ്റെയൊക്കെ ബ്ലൗസ് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പം നമ്മൾ അമ്മയുടെ സാരിയുടെ ബ്ലൗസ് ആദ്യം കാണിച്ചു തരാം കേട്ടോ. അത് ഈ ഒരു ഷെയ്ഡാണ്. ആ ഒരു കരയുടെ ബോർഡറിൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ് ഉണ്ടല്ലോ അത്. ഇത് എൻ്റെ സാരിയുടെയാണ് കേട്ടോ, യെല്ലോൻ്റെ ആ ഒരു ഗ്രീൻ ആൻഡ് ഗോൾഡൻ ടച്ചിൽ വരുന്നത്. പിന്നെ ഇതും അമ്മയുടെ റിസപ്ഷൻ്റെ ആ സാരിയുടെ വയലറ്റ് കളർ വരുന്നത്. അപ്പോൾ ഇത് ഏതിൻ്റെ ആണെന്നൊരു കൺഫ്യൂഷൻ വന്നു അവൾക്ക്. അപ്പോൾ അവൾ ചോദിക്കുക ഏതാണെന്ന് ചോദിക്കുമായിരുന്നു. അപ്പോൾ ഇതാണ് അതിൻ്റെ ലാസ്റ്റ് അനിയത്തിയുടെ റെഡ് കളർ സാരിയുടെ. അപ്പോൾ അത് കാണാതായിട്ട് തപ്പി നോക്കിയപ്പോൾ അത് ഇതിലുണ്ടായിരുന്നു കേട്ടോ. അത് ഇതായിരുന്നു. ഇതൊരു സിൽക്കി ടൈപ്പാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഹാൻഡ് വർക്കൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ്. ഇതൊക്കെയാണ് ബ്ലൗസ് കേട്ടോ. പിന്നെ ഞങ്ങൾ ഷേപ്പ് വെയർ എടുത്തു. ഫിഷ് കട്ടിൽ വരുന്ന 2 ഷേപ്പ് വെയർ എടുത്തു. എനിക്കും അവൾക്കും എടുത്തു. അപ്പോൾ അവൾക്ക് റെഡും എനിക്കൊരു യെല്ലോ. ഇതിനൊരു 400 റേഞ്ചിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെയും അമ്മയുടെയും സാരിക്കൊരു 1130 ആ ഒരു റേഞ്ചേ വന്നിട്ടുള്ളൂ. അവൾക്കെടുത്ത സാരിക്ക് ഒരു 1460 റേഞ്ച് വന്നിട്ടുണ്ട് കേട്ടോ. കല്യാണി എന്നാണ് എടുത്തത്, തൃശ്ശൂർ. നമുക്ക് ചെമ്പൂക്കാവിൻ്റെ അവിടെയുള്ള കല്യാണിയില്ലേ, അതിൽ നിന്ന്. പിന്നെ അമ്മയ്ക്ക് അണ്ടർ സ്കേർട്ട് എടുത്തത് മറ്റേ സാദാ കോട്ടൻ്റെ ടൈപ്പാണ്. ഇത് അച്ഛൻ്റെ ഷർട്ടാണ് കേട്ടോ. ഇത് കല്യാണത്തിന് ഇടാമെന്ന് വിചാരിച്ചെടുത്താണ്. ഇതൊരു ഖാദി ടച്ചുള്ള ടൈപ്പ് ഒരു ഷർട്ടാണ്. ഒരു 1300 റേഞ്ച് വന്നിട്ടുണ്ട്. അച്ഛന് ഇഷ്ടപ്പെട്ടിട്ട് എടുത്താണ്. ഞങ്ങൾ അമ്മയുടെ സാരിക്ക് മാച്ച് ഇട്ട് നോക്കി, പക്ഷെ അത് സെറ്റായില്ല. അപ്പോൾ ഇത് കസവിൻ്റെ ഒരു മുണ്ട്. അപ്പോൾ ഇനി ഹൽദിയുടെയും റിസപ്ഷൻ്റെയും ഡ്രസ്സ് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ കാണിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.